അസ്സലാമു അലൈക്കും ഗൈസ്, എയർ ടെക്നിക്സ് യൂട്യൂബ് ചാനലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഒരിക്കലും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു അടിപൊളി പ്രൊഡക്റ്റ് ആയിട്ടാണ്. S8 അൾട്ര വാച്ചിൻ്റെ നെയിം വന്നിരിക്കുന്നത് S8 അൾട്ര. ഇൻ്റർനെറ്റ് കണക്ഷൻ അവൈലബിൾ ആയിട്ടുള്ളതുപോലെ സിം ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്മാർട്ട് വാച്ചിൻ്റെ ഒരു ഫുൾ അൺബോക്സിംഗ് റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വാച്ചിൻ്റെ ബോക്സ് ഇതുപോലത്തെ ഒരു അടിപൊളി ബോക്സിൽ തന്നെയാണ്. വാച്ചിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. S8 അൾട്ര വാച്ചിൻ്റെ നെയിം കാണാൻ പറ്റും. മുകളിൽ ചൈനയിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് S8 അൾട്ര എന്നൊക്കെ എഴുതിയിട്ട് കാണാൻ എഡിഷൻ ആണെന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. സൈഡിലാണെങ്കിൽ ഗോൾഡ് 1, ഇത് ഗോൾഡ് എഡിഷൻ ആണ്. അതുപോലെ തന്നെ 1 GB പ്ലസ് 16 GB ഇൻറ്റർണൽ സ്റ്റോറേജ് വരുന്ന മോഡലാണ്. അതുപോലെ തന്നെ ഫുൾ നെറ്റ്വർക്ക് കണക്ഷനാണ്. അതുപോലെ വൈഫൈ, നമുക്ക് വൈഫൈ വെച്ച് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഹോട്ട്സ്പോട്ട് നമ്മുടെ വാച്ചിൽ നിന്നും അങ്ങോട്ട് ഹോട്ട്സ്പോട്ട് കൊടുക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി മോഡൽ സ്മാർട്ട് വാച്ചാണ് S8 അൾട്ര വന്നിരിക്കുന്നത്. ബോക്സ് ഒരു അത്യാവശ്യം നല്ല ഡീസൻറ്റ് ബോക്സിലാണ്. ജസ്റ്റ് ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കി ഇതുപോലത്തെ ഇൻ്റർഫേസ് ആണ്. ഒരു യൂസർ മാനുവൽ വന്നിട്ടുണ്ട്. വാച്ചിൻ്റെ ഫുൾ കണക്റ്റിംഗ് സെറ്റിങ്സ് ആണ്. ആ ഒരു ഗ്രാഫിക്കൽ ഇമേജും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെ സിം എങ്ങനെ യൂസ് ചെയ്യേണ്ടത്, സിം ഡ്രൈ എങ്ങനെ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ വിത്ത് ആപ്ലിക്കേഷൻ കണക്ഷൻ കാണിക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ്റെ QR കോഡ് മറുഭാഗത്ത് കാണിക്കണം, ജസ്റ്റ് കാണിക്കും. ഓക്കെ, ഈ ഒരു ഭാഗത്തിന് ആപ്ലിക്കേഷൻ്റെ QR കോഡ് നെയിമും കാര്യങ്ങളുണ്ട്. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തു, ബട്ട് നമുക്കിത് ഡൗൺലോഡ് ആകുന്നുണ്ട്, ബട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നില്ല ഒരു ആപ്ലിക്കേഷന്. ഞാൻ ഒരുപാട് ചെക്ക് ചെയ്തു, എന്തോ പ്രോബ്ലംസ് ആണ് കാണിക്കുന്നത്, ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ചെക്ക് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് ഇനി അപ്ഡേഷൻ നമ്മൾ അറിയിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇതാണ് 2 സ്ട്രാപ്സ് ആണ്. നോർമൽ സ്ട്രാപ്പ്, ഒരു ഓഷ്യൻ ലൂപ്പ് സ്ട്രാപ്പ്, പിന്നെ ഡിവൈസാണ് വന്നത്. ദെൻ ഈ ഒരു ബ്ലാക്ക് സ്ട്രാപ്പിൻ്റെ അടിയിലായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഒരു ചാർജിങ് കേബിൾ വന്നിട്ടുണ്ട്. ചാർജിങ് കേബിൾ വന്നിരിക്കുന്നത് നമ്മൾ വയർലെസ് ചാർജറാണ് ഇതുവരെ ചെയ്ത മോഡൽ, ബട്ട് ഇത് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നൊരു ചാർജ്, അത് EMI നമ്പർ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതിന് വരുന്നത് മാഗ്നറ്റിക് ആണ്, 2 പിൻ മാഗ്നറ്റിക് ആണ്. അതുകൊണ്ട് തന്നെ ചാർജ് ചെയ്യാനൊക്കെ ഒന്നുകൂടി ഈസി ആയിരിക്കുന്നു. നല്ല മാഗ്നറ്റിക്, അത്യാവശ്യം നല്ല പക്കായിട്ട് കറക്റ്റായിട്ട് നിൽക്കുന്ന അത്യാവശ്യം വലിപ്പമുള്ള ഒരു കേബിളാണ് 2 പിൻ മാഗ്നറ്റിക് വന്നിരിക്കുന്നത്. പിന്നെ നോർമലായിട്ടുള്ള സാധാരണ സീരീസ് 6 വന്ന പോലത്തെ ഒരു സ്ട്രാപ്പ്, പിന്നെ ഓഷ്യലോ, പിന്നെ ഒരു ഓറഞ്ച് കളർ സ്ട്രാപ്പ്. 2 എഡിഷനാണ്, ബ്ലാക്ക് എഡിഷനും ഉണ്ട്, ഓറഞ്ച് എഡിഷനും ഉണ്ട്. സോ നമ്മളിവിടെ അൺബോക്സ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ഓറഞ്ച് എഡിഷനാണ്, ഗോൾഡ് എഡിഷനാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിവൈസ് S8 അൾട്ര. ഇതിൻ്റെ ഒരു ജസ്റ്റ് പാക്കിങ്ങിൽ തന്നെ കാണാൻ പറ്റിയ S8 അൾട്ര സ്റ്റിക്കർ ഒന്ന് റിമൂവ് ചെയ്യുന്നു. ഓക്കെ, ഏകദേശം ഒരു ഒറിജിനൽ ആപ്പിൾ വാച്ച് 8 അൾട്ര ഡിസൈൻ തന്നെ ഉൾപ്പെടുത്താം. ഇതിന് മുന്നേ നമ്മൾ ഒരുപാട് അൾട്ര മോഡൽ വാച്ച് നമ്മൾ അൺബോക്സിങ് ചെയ്തതാണ്. ഓക്കെ, അതിനെ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഡിഫറൻറ്റ് വെച്ചാൽ അങ്ങനെ കൂടുതൽ ഡിഫറൻസ് ഇല്ല. ഏകദേശം സെയിം ഡിസൈനിൽ തന്നെയാണ് അവർ ഇതിൻ്റെ ആ ഒരു ഒറിജിനൽ ആപ്പിൾ വാച്ച് 8 അൾട്ര ഡിസൈനൊക്കെ ഉൾപ്പെടുത്തിയത് ഈ മോഡലിൻ്റെ മെയിൻ പ്രത്യേകത വരുന്നത്. ബെസലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ബെസലിൽ തന്നെയാണ് ഈ മോഡൽ വന്നത്. അതുപോലെ തന്നെ LCD ഡിസ്പ്ലേ ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി സൈഡ് ഭാഗം നോക്കുകയാണെങ്കിൽ സ്ക്രോളിംഗ് ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ട്, പിന്നെ എക്സ്ട്രാ ഒരു മൈക്കിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ട്, പിന്നെ ഒരു പവർ ബട്ടനാണ്, മറ്റൊരു ബട്ടൺ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4 ഹോൾ ആപ്പിൾ വാച്ച് ഒറിജിനൽ വരുന്ന രീതിയിൽ തന്നെ. പിന്നെ സ്പീക്കറിൻ്റെ ഏരിയയിൽ ഒരു ഹോൾ കാണുന്നുണ്ട്. ദെൻ ഈ ഒരു ഏരിയയിലാണ് സിം ഡ്രൈ വന്നത്, ഈ ഓറഞ്ച് കളർ ബട്ടൺ. സാധാരണ മറ്റുള്ള വാച്ചിൽ അൾട്ര വാച്ചിലേക്ക് നമുക്ക് ആക്ഷൻ ബട്ടൺ വരുന്ന സ്ഥാനത്ത് ഈ ഒരു ഏരിയയിൽ ഇതിലേക്ക് നമുക്ക് സിം ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് സിം ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സ്വിച്ച് ഓഫ് ഓൺ ചെയ്യുന്നതിന് മുമ്പ് സിം ഇടുക, എങ്കിൽ നമുക്ക് സിം ഇതിൽ കാണിക്കുന്നത്. ഞാൻ ഓൾറെഡി ഇത് അൺബോക്സ് ചെയ്താണ്, ജസ്റ്റ് വീഡിയോക്ക് വേണ്ടി അൺബോക്സ് ചെയ്യാണ്ട്. ഓക്കെ, ഇതുപോലെ നമുക്ക് ചെയ്യാം. സിം ചെയ്തിട്ട് ഒന്നുകൂടി നെക്സ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാം. ഓക്കെ, സിം വർക്ക് ആവുന്നതാണ്. 4G ജിയോ സിമ്മാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ സ്പീക്കർ ഈ അടിയിൽ ഭാഗത്താണ് സ്പീക്കർ വന്നിരിക്കുന്നത്. ഈ ബാക്ക് പാനൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒറിജിനൽ ആപ്പിൾ വാച്ച് 8 അൾട്ര ഡിസൈൻ തന്നെയാണ്. സ്ക്രൂ ഓപ്ഷൻ, സ്പ്രിംഗ് ലോക്ക് ഓപ്ഷൻ വന്നിട്ടില്ല, സ്പ്രിംഗ് ലോക്ക് സ്ട്രാപ്പ് ഓപ്ഷൻ വന്നിട്ടില്ല, ബട്ട് നമുക്ക് സ്ക്രൂ ഓപ്ഷൻ നമുക്ക് ഈ ഒരു മോഡൽ അവൈലബിൾ ആണ്. ബാക്ക് ആണെങ്കിലും അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒറിജിനൽ ആപ്പിൾ വാച്ച് 8 അൾട്ര എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ബാക്ക് പാനൽ തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെൻസറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിലാണ് നമുക്ക് സ്ട്രാപ്പ് നമുക്ക് ഫില്ല് ചെയ്യാം. ജസ്റ്റ് സ്ട്രാപ്പ് ഒന്ന് ആഡ് ചെയ്യുന്നു. ഓക്കെ, സ്ട്രാപ്പ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഒരു ഇൻ ഹാൻഡ് കയ്യിൽ കെട്ടി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഫീൽ തന്നെയാണ്. അതുപോലെ തന്നെ വെയിറ്റ്ലെസ് ആണ്, കൂടുതൽ വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല. നല്ല അടിപൊളി ഡിസൈനിൽ വന്നൊരു അടിപൊളി സ്മൂത്ത്, വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മോഡൽ തന്നെയാണ്. ഓക്കെ, സൈഡത്തെ ബട്ടനാണ് ഓപ്പൺ ആക്കാൻ വേണ്ടി ഹോൾഡ് ചെയ്യുന്നത്. ജസ്റ്റ് 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. ഒരു വൈബ്രേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, 4G ഹലോ വാച്ച് 4G എന്ന് കാണിക്കുന്നുണ്ട്. സോ നമ്മളൊരു ആൻഡ്രോയിഡ് ഫോൺ ഓപ്പൺ ആകുന്ന സമയത്തുള്ള ഒരു ടൈം, ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ആണല്ലോ ഓൺ ആകുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അത്യാവശ്യം ടൈം എടുക്കുന്നുണ്ട് ഓൺ ആകട്ടെ. ഓക്കെ, കൂടുതൽ ടൈമിൽ നോർമലായിട്ടുള്ളൊരു ടൈം എടുക്കുന്നുണ്ട്. മറ്റുള്ള വാച്ചിന് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് ഓപ്പൺ ആകാൻ. ഓക്കെ, നമ്മുടെ വാച്ച് ബൂട്ടായിട്ട് ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, ഡിസൈൻ കാണാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റി, LCD ഡിസ്പ്ലേ ആണ്, എങ്കിൽ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി മോഡൽ നമുക്ക് കാണാൻ പറ്റുന്നത്. മറ്റുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വഴിയെ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്. നമുക്ക് ഒരു ഇതിൻ്റെ വാച്ച് ഫേസ് ചേഞ്ച് ചെയ്യാനായിട്ട് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാച്ച് ഫേസ് ചേഞ്ച് ആവും. ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ടൊരു 4 വാച്ച് ഫേസാണ് നമുക്കൊരു മോഡലിൽ കാണാൻ പറ്റുന്നത്. 2 മെനു സീൽസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 4 വാച്ച് ഫേസ് ഉണ്ട്. അത്യാവശ്യം നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു വാച്ച് ഫേസാണ്. മുകളിൽ നിന്ന് അടിക്ക് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ
കൺട്രോൾ സെൻറ്റർ അതാണ് നമ്മുടെ ഫോണിലൊക്കെ വരുന്ന പോലത്തെ ഒരു ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡാറ്റ നെറ്റ്വർക്ക് ഓൺ ആക്കാം, അതുപോലെ തന്നെ വൈഫൈ ഓൺ ആക്കാം, ഫീച്ചറൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഞാൻ 4Gൻ്റെ ജിയോ സിമ്മാണ്. അതുകൊണ്ട് തന്നെ മുകളിൽ കാണാൻ പറ്റും 4G LTE അഥവാ ഓപ്പൺ ആണ്, ജിയോ സിം സപ്പോർട്ട് ആയിട്ടുണ്ട്, റേഞ്ചും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പക്ക ഒരു ഫോൺ യൂസ് ചെയ്യുന്ന പോലെയാണ് ഈ ഒരു വാച്ചിൻ്റെ സിസ്റ്റം തന്നെ വന്നിരിക്കും. കൺട്രോൾ സെൻറ്ററിലുള്ള കുറച്ച് സെറ്റിങ്സ് ഒന്ന് ഫസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. നമുക്ക് വൈഫൈ മോഡ് ഫസ്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വൈഫൈ ഓൺ ആണ്, കണക്റ്റ് ആണ്, ജസ്റ്റ് ക്ലോസ് ചെയ്യുന്നു. നെക്സ്റ്റ് നമുക്ക് ബ്ലൂടൂത്ത് വന്നിട്ടുണ്ട്, ഡു നോട്ട് ഡിസ്റ്റർബ് വന്നിട്ടുണ്ട്, ഡാറ്റ നമുക്ക് ഓൺ ആക്കേണ്ട ഒറ്റ ഓൺ ആക്കുന്നു. പിന്നെ പവർ സേവിങ് മോഡ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എയറോപ്ലെയിൻ മോഡ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ലൊക്കേഷനാണ്, ലൊക്കേഷൻ ഓൺ ആണ്. പിന്നെ ഹോട്ട്സ്പോട്ട് നമ്മുടെ വാച്ചിൽ നിന്ന് മറ്റുള്ള ഡിവൈസിൽ നമുക്ക് ഡാറ്റ കൊടുക്കാൻ പറ്റുന്ന ഓപ്ഷനൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 1GB റാമാണ്. ആ റാമിനുള്ള ഒരു പ്രോസസ്സിങ് ഫാസ്റ്റ് ആയിട്ടുള്ള വർക്കിംഗ് ആണ്. പിന്നെ സൈഡത്തെ ഒരു ബട്ടൺ സ്പെഷ്യൽ ഫീച്ചറാണ്, 2 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ ഒരു മെയിൻ കൺട്രോൾ സെൻറ്റർ എന്ന രീതിയിലാണ്. നമുക്ക് ഇവിടെയാണ് വോയിസും കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ സൗണ്ട് കൺട്രോളിങ്, പിന്നെ റീസെൻ്റ്ലി യൂസ് ചെയ്ത ആപ്ലിക്കേഷൻസ് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റും, കളയാനും ഉപയോഗിക്കാനും പറ്റുക. റീസെൻ്റ് നമ്മൾ ഇത് തൊട്ട് മുന്നേ യൂസ് ചെയ്ത ആപ്ലിക്കേഷൻ ഇതുപോലെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ വന്നിട്ടുണ്ട്. ദെൻ മെനൂസിൽ വന്നിട്ടുണ്ട്, തെറ്റടിച്ച് കഴിഞ്ഞാൽ ഗോ ബാക്ക് ആണ്. ഓക്കെ, അപ്പോൾ നല്ലൊരു ഫീച്ചർ തന്നെ. നമുക്ക് ഈ വീഡിയോ കണ്ടിരിക്കുന്ന സമയത്തും ആ ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് ആ ഒരു ഫീച്ചർ ഓൺ ആകുന്നതാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ മെനൂസിൽ വന്നിരിക്കുന്നത്. 2 മെനൂസിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു മോഡൽ. 4 ആപ്ലിക്കേഷൻ, നെക്സ്റ്റ് നമുക്ക് 6 ആപ്ലിക്കേഷന് മറ്റൊരു മെനൂസിലാണ് നമുക്ക് ഇഷ്ടമുള്ള യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ ഇതിൻ്റെ തീമും കാര്യങ്ങളൊക്കെ മാറ്റാൻ വഴി ഞാൻ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം കാണാൻ പറ്റും നമുക്ക് ഫോണിൻ്റെ കോൺടാക്ട് നമ്പറാണ്. അപ്പോൾ ഡയറക്റ്റാണ്, നമുക്ക് സിം ഇട്ട് കഴിഞ്ഞാൽ വാച്ചിൽ നിന്ന് ഡയറക്റ്റ് എന്ത് ചെയ്യാം, കോൾ ചെയ്യാം, കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കാം, എല്ലാ ഫീച്ചറും ഒരു ഫോൺ സിസ്റ്റം തന്നെ പറയാൻ പറ്റും. കോൺടാക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള നമ്പർ, അതുപോലെ തന്നെ ഇതിൽ തന്നെ നമുക്ക് കോൾ ഹിസ്റ്ററി അറിയാൻ പറ്റും, അതുപോലെ തന്നെ എത്ര കോൾ വന്നു, ഏതൊക്കെ നമ്മൾ കോൺടാക്റ്റിക്ക് നമ്പർ ആഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ സർവ്വ ഫീച്ചറും നമുക്ക് ഈ ഒരു മോഡലിൽ നമുക്ക് അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഒരു ചാറ്റ് എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് വോയിസ് ആണ് കാണിക്കുന്നത്, വോയിസ് ചാറ്റ് ആണെന്ന് മനസ്സിലാക്കുന്നു, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. വഴി നമ്മളെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മൾ ബാക്കിയുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഓക്കെ, സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കോൺടാക്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മളെ കോൺടാക്ട് നമ്പർ എംപ്റ്റി ആണ്, ഇതിലേക്ക് നമ്പറും കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇതുപോലെ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഇതിൽ അറിയാൻ പറ്റും. ഇനി QR കോഡാണ് 2 ഓപ്ഷൻ്റെ, ആപ്ലിക്കേഷൻ്റെ QR കോഡും ഉണ്ട്, ബൈൻഡ് ഡിവൈസ് ആണ്. സോ ഞാൻ ആപ്ലിക്കേഷൻ്റെ പറഞ്ഞു, ചെറിയ എന്തോ ഇഷ്യൂ ഇന്ത്യയിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ബാൻഡ് ആണെന്ന് തോന്നുന്നു, നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. സോ എന്തെങ്കിലും അപ്ഡേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ നമുക്ക് അപ്ഡേഷൻ കാണാൻ പറ്റും. ഓക്കെ, ഇത് നമുക്ക് ബൈൻഡ് ചെയ്യാനാണ്, ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന QR കോഡാണ്. 2 QR കോഡ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെസ്സേജ് ലിസ്റ്റ്, ഗാലറി ഓപ്പൺ ആയതാണ്. ഓക്കെ, മെസ്സേജാണ്, എംപ്റ്റി ആണ് എല്ലാം. ഇതുപോലെ നമുക്ക് വാച്ചിൽ വരുന്ന ആ സിമ്മിൽ വരുന്ന മെസ്സേജും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ അറിയാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ നമ്മൾ വാട്സപ്പ് നോട്ടിഫിക്കേഷനൊക്കെ വന്ന് തുടങ്ങിയ ഡാറ്റ ഓൺ ആയല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഗാലറി കയറി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ് സപ്പോർട്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. കാണിച്ചു തരാം, ഒരു ബ്രൈറ്റ്നസ് കൂടിയതുകൊണ്ടാണ് മൊത്തം ക്യാമറ സ്പ്രെഡ് ആയിരിക്കുന്നത്, ക്ലാരിറ്റി ഒരു കമ്മിയൊക്കെ ജസ്റ്റ് സൈഡിൽ നിന്ന് കാണിക്കാം. ബ്രൈറ്റ്നസ് ഒന്നുകൂടി കുറക്കാം. ഓക്കെ, കുറച്ചാണ്ട് തന്നെയുള്ളത്. അപ്പോൾ ബ്രൈറ്റ്നസ് കുറച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. സൈഡിൽ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയാണ്, അത് നല്ലൊരു ക്വാളിറ്റിയിലെ ഡിസ്പ്ലേ. LCD ഡിസ്പ്ലേ ആണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഫോട്ടോ സൂം വരെ ചെയ്ത് നമുക്ക് ഈ ഫോട്ടോ നമുക്ക് സൂം ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് സൂം ചെയ്താലൊന്നും ക്ലാരിറ്റി ലാഗ് അങ്ങനെ ക്ലാരിറ്റി കുറഞ്ഞ ഇഷ്യൂയും കാര്യങ്ങളൊന്നുമില്ല, നല്ല പക്കായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ വീഡിയോ വരെ നമുക്ക് സപ്പോർട്ട് ആവുന്ന ഗാലറിയിലുള്ള ഒരു വീഡിയോ ആണ്, ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, പ്ലേ ചെയ്യിപ്പിച്ചാൽ ഇതുപോലെ നമുക്ക് പ്ലേ ചെയ്ത് കിട്ടുന്നതാണ്. മ്യൂസിക് ഉണ്ട്, മ്യൂസിക് കോപ്പിറൈറ്റ് കൊണ്ട് ഞാൻ റിമൂവ് ചെയ്ത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള സൗണ്ട് ക്വാളിറ്റി തന്നെ നമുക്ക് ഈ ഒരു മോഡലിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതുപോലെ നമുക്ക് ആ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്തും ആ സൈഡത്തെ ബട്ടൺ 2 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ തന്നെയാണ് ഈ മോഡലിൽ വന്നിരിക്കുന്നത്. നല്ലൊരു ക്വാളിറ്റി തന്നെ, ഡിസ്പ്ലേ ക്വാളിറ്റി തന്നെ, നല്ലൊരു വീഡിയോ ആണെങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയാണ് അനുഭവപ്പെട്ടത്. നെക്സ്റ്റ് ആപ്പ് ബ്രൗസർ വന്നിട്ടുണ്ട്, ഗൂഗിളാണ്. ഗൂഗിൾ ക്രോമും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ നമുക്ക് സെർച്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമുക്ക് ബ്രൗസർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കലണ്ടർ വന്നിട്ടുണ്ട്, ക്ലോക്ക് വന്നിട്ടുണ്ട്, സ്റ്റോപ്പ് വാച്ച് നല്ലൊരു ഫീച്ചർ തന്നെയാണ്. അതുപോലെ തന്നെ മ്യൂസിക് ഇതിലേക്ക് ആഡ് ചെയ്യാം. പക്ഷേ 16 GB സ്റ്റോറേജ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസും ഫോട്ടോസും അത് മ്യൂസിക് കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്ത് ഇതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് നമുക്ക് ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റെക്കോർഡാണ്, സൗണ്ട് റെക്കോർഡുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നമുക്ക് വാട്സപ്പിൽ വോയിസ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ലാഗും കാര്യങ്ങളൊന്നുമില്ല, നല്ല പക്കയായിട്ട് നല്ല ക്വാളിറ്റിയുള്ള സൗണ്ട് തന്നെ വന്ന്. പിന്നെ ഫയൽ മാനേജർ വന്നിട്ടുണ്ട്, മ്യൂസിക്, ഇമേജ്, വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ തന്നെ ലോക്കൽ സ്റ്റോറേജിൽ പോയി കഴിഞ്ഞാൽ കാണാൻ ഇതിൽ സ്റ്റോറേജ് 16 GB 5 GB യൂസ് ചെയ്ത് 10 GB ബാലൻസ് ആണ് കാണിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ നല്ലൊരു ഫീച്ചർ വരുന്ന മോഡൽ തന്നെയാണ്. നെക്സ്റ്റ് നമുക്ക്
ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യാൻ പറ്റും. മറ്റുള്ള നമ്മൾ നോർമൽ സ്മാർട്ട് വാച്ചിൽ വരുന്ന പോലെ തന്നെ ഒരു ഗ്രീൻ കളർ സെൻസറിൻ്റെ സഹായത്തോടെ നമുക്ക് ഹാർട്ട് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ ചെക്ക് ചെയ്യാൻ പറ്റും. നല്ലൊരു ഫീച്ചർ തന്നെയാണ്. അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് വന്നിട്ടുണ്ട്. ടോട്ടൽ സ്റ്റെപ്സ് ആണ്. വാച്ച് ഉപയോഗിച്ച് എത്ര നടന്നു, സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് സ്പോർട്സ് കൺട്രോളും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഗൂഗിൾ അസിസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഗൂഗിൾ അസിസ്റ്റൻ്റ് നമ്മൾ പരിചയപ്പെടുത്താം. ഗൂഗിൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അസിസ്റ്റൻ്റ് യൂസ് ചെയ്യാൻ പറ്റും. മേലെ സെറ്റിങ്സ് ഉണ്ട്. ഓക്കെ, സെറ്റിങ്സ് ഒരു ഡീപ്പായുള്ള സെറ്റിങ്സ് ആണ്. ഒരു ഫോൺ സിസ്റ്റം എന്നുള്ള രീതിയിലുള്ള നെറ്റ്വർക്ക് ഇൻ്റർനാഷണൽ എന്ന് കാണിക്കുന്നത്, നെറ്റ്വർക്ക് കണക്ഷൻ. അതുപോലെ തന്നെ നമ്മൾ സിം അതായത് ജിയോ 4G സിമ്മാണ് കാണിക്കുന്നുണ്ട്. ഹോട്ട്സ്പോട്ട് നമുക്ക് ഇതിൽ നിന്ന് ചെയ്യാൻ പറ്റും. എയറോപ്ലെയിൻ മോഡ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ കണക്റ്റിംഗ് ഡിവൈസാണ് ബ്ലൂടൂത്ത്. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള ഡിവൈസുമായി നിയർ ബൈ ഷെയർ വരെ നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ആപ്പ് ആൻഡ് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. ഏതൊക്കെ ആപ്ലിക്കേഷനാണ് ഇതിൽ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള അലോ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ബാറ്ററി കാണാൻ പറ്റും. ബാറ്ററി ഹെൽത്ത് 92 കാണിക്കുന്നുണ്ട് %. ബാറ്ററി ഹെൽത്ത് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഷട്ട് ഡൗൺ ആൻഡ് പവർ ആണ്. എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ഷെഡ്യൂൾഡ് ആണ്. പിന്നെ ഓട്ടോ പ്രൊഫൈൽസ് വന്നിട്ടുണ്ട്. സൈലൻറ്റ് മോഡ്, വൈബ്രേഷൻ ആണോ എന്താണോ വേണ്ടത് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റോറേജ് വന്നിട്ടുണ്ട്. സ്റ്റോറേജ് നമ്മൾ പരിചയപ്പെടുത്തി 16 GB സ്റ്റോറേജാണ് ഈ മോഡലിൽ വന്നിരിക്കുന്നത്. 10 GB റിമൈൻഡ് ബാലൻസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അത്രയും സ്റ്റോറേജ് നമുക്ക് ബാലൻസ് ആയിട്ടുണ്ടാവും. 16 GB അത്യാവശ്യം നമുക്ക് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മോഡലിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ സെക്യൂരിറ്റി വന്നിട്ടുണ്ട്. സെക്യൂരിറ്റിയിൽ നമുക്ക് പാസ്വേഡ് ലോക്കാണ് വന്നത്. പാസ്വേഡ് ലോക്ക് നമുക്ക് ചെയ്യാം. നൗണ് പാസ്വേഡാണ് വന്നത്. 2 ഓപ്ഷനാണ്. പാസ്വേഡ് നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫീച്ചറായിട്ട് നമുക്ക് പാസ്വേഡ് ലോക്കായിട്ട് ഫോൺ യൂസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് പാസ്വേഡ് ലോക്ക് ഇട്ട് നമുക്ക് ഈ ഒരു മോഡൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചർ തന്നെയാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഗൂഗിൾ അക്കൗണ്ടാണ്. അതുപോലെ തന്നെ സിസ്റ്റത്തിൽ പോയി കഴിഞ്ഞാൽ കാണാൻ ലാംഗ്വേജ്, അതുപോലെ തന്നെ ടൈം, ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. റീസ്റ്റോർ ആണ്. പിന്നെ സിസ്റ്റത്തിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഏതാണ് നമ്മുടെ സിസ്റ്റം കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ജസ്റ്റ് ഇതിൻ്റെ അപ്ഡേഷൻ ആൻഡ്രോയിഡ് വേർഷൻ എന്ന് പരിചയപ്പെടുത്താം. ഓക്കെ, അബൌട്ട് വാച്ച്. പിന്നെ ആൻഡ്രോയിഡ് വേർഷൻ 8.10 ആണ്. ഓക്കെ, ഒറിയോ ആണ് കാണിക്കുന്നത്. ഒറിയോ വേർഷനാണ് ഈ ഒരു മോഡലിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഒറിയോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തൊട്ട് മുന്നേ വന്നതാണെങ്കിലും ഒറിയോ വേർഷൻ അത്യാവശ്യം നല്ല ക്വാളിറ്റി, നല്ല സ്മൂത്ത്, നല്ല ഫാസ്റ്റ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ആൻഡ്രോയിഡ് വേർഷൻ തന്നെയാണ് ഈ ഒരു മോഡൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഫീച്ചർ ഒന്ന് പരിചയപ്പെടാം. തീംസ് ഒന്നുണ്ട്. ഡയൽ സെറ്റിങ്സ് നമ്മൾ പരിചയപ്പെടുത്തി. വാൾപേപ്പർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് മെനു സ്റ്റൈൽ വാൾപേപ്പറാണ്. ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഈ ഒരു വാൾപേപ്പർ വെച്ച് കാണിക്കാം. ഓക്കെ, സെറ്റഡ് ആണ്. ദെൻ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു വാൾപേപ്പർ കാണാൻ പറ്റും. അതുപോലെ നമുക്ക് മെനു സ്റ്റൈൽ വാൾപേപ്പർ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഞാൻ ബ്ലാക്കിൽ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡെസ്ക്ടോപ്പ് സ്റ്റൈലാണ്. 2 മെനു സ്റ്റൈൽ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയപ്പോൾ 2 മെനു സ്റ്റൈൽസ് നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്ലേ സ്റ്റോർ വന്നിട്ടുണ്ട്. നെറ്റ് കണക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻസ് 1 GB റാമിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഗെയിംസും നമുക്ക് ഇതിൽ ഡൗൺലോഡ് ചെയ്യാം, കളിക്കാം. എല്ലാ ഫീച്ചറും വന്നിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. എല്ലാം നമുക്ക് ആപ്ലിക്കേഷൻസ് നമുക്കിതിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഞാനിതിൽ യൂട്യൂബ്, അതുപോലെ തന്നെ പ്ലേ സ്റ്റോറും കാര്യങ്ങളൊക്കെ ഗൂഗിൾ മാപ്പും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ തന്നെയാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് കലണ്ടർ വന്നിട്ടുണ്ട്. ഗൂഗിൾ മാപ്പ് ഉണ്ട്. ഞാൻ പരിചയപ്പെടുത്തിയാണ്. ഗൂഗിൾ മാപ്പ് ഇൻസ്റ്റാൾ ചെയ്തതാണ്. ഇതുപോലെ നമുക്ക് ഗൂഗിൾ മാപ്പ് നമ്മളെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് യൂട്യൂബും ഇതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഗൂഗിൾ ID ഞാൻ ഇതിൽ ഓൾറെഡി ഇമെയിൽ ID ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് യൂട്യൂബ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ചാനലൊന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്, IR ടെക്നിക്സ്. ഓക്കെ, ചാനൽ വന്നിട്ടുണ്ട്, കാണാൻ പറ്റും. ഇതുപോലെ നമുക്ക് യൂട്യൂബിലുള്ള വീഡിയോസ് നല്ലൊരു 180 FPS വരെയുള്ള ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോ കാണാം. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യിപ്പിച്ചൊന്ന് കാണിക്കാം. നമ്മൾ വന്നിട്ട് പുതിയ എഡിഷനാണ്. ഗോൾഡ് എഡിഷൻ അടിപൊളി സ്മാർട്ട് വാച്ച് ഫുൾ അൺബോക്സ് ചെയ്തിരിക്കുകയാണ്. സ്പെഷ്യലായിട്ട് ഒരുപാട് ഫീച്ചർ ഞാനൊക്കെ അടിപൊളി മോഡലാണ്. ഗോൾഡ് എഡിഷൻ അൾട്രാ മാക്സ് ആണ് വാച്ച്. ഇതുപോലെ നമുക്ക് യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് വാച്ചിന് ഡയറക്റ്റ് കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയ്ക്കും കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് നമുക്ക് സ്ക്രോൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറൊക്കെ ഒരു മോഡലിൽ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ എക്സാൻഡർ വന്നിട്ടുണ്ട്. എക്സാൻഡർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഷോക്ക് ചെയ്താണ് ഇൻസ്റ്റാൾ ചെയ്താണ്. ഓക്കെ, എക്സാൻഡറൊക്കെ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഇൻസ്റ്റഗ്രാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒരു ഇമെയിൽ ID തുറന്നതാണ്, ജസ്റ്റ് അക്കൗണ്ടാണ്. അത് നമുക്ക് ഇൻസ്റ്റാഗ്രാമൊക്കെ നമുക്ക് ഇതിൽ യൂസ് ചെയ്ത് നമുക്ക് റീൽ വരെ നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഫീച്ചറാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഗെയിം ഞാൻ സബ്വേ സർഫ് എന്ന ഗെയിം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതും കൂടെ ഒന്ന് കാണിക്കുന്നു. ഇതുപോലെ നമുക്ക് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗെയിം ഓപ്പൺ ആകും. ഓക്കെ, ഇതുപോലെ നമുക്ക് ഗെയിം കളിക്കാനുള്ള ഫീച്ചറായിട്ട് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. സിമ്പിളായിട്ട് 1 GB റാമിൽ വരുന്ന ഏഷ്യൻ ഗെയിംസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഫീച്ചർ തന്നെയാണ് ഈ ഒരു മോഡലിൽ വന്നിരിക്കുന്നത്.
അതുപോലെ തന്നെ വാട്സപ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. വാട്സപ്പ് നമുക്കിപ്പോൾ പുതിയ അപ്ഡേഷൻ അനുസരിച്ച് നമുക്ക് 4 ഡിവൈസിൽ നമുക്ക് വാട്സപ്പ് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് QR കോഡ് സ്കാൻ ചെയ്ത് ഇതിലേക്ക് എൻ്റെ ഒരു വാട്സപ്പ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ 16 GB സ്റ്റോറേജ് ഉള്ളത് കൊണ്ട് നമുക്ക് വാട്സപ്പും ലാഗും കാര്യങ്ങളില്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ സ്റ്റാറ്റസ് വരെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും, നോട്ടും കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യാൻ പറ്റും, വോയിസ് മെസ്സേജ് വരെ നമുക്ക് ഇതിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ തന്നെയാണ് വന്നിന്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു മൈക്ക് ക്വാളിറ്റി, അതുകൊണ്ട് തന്നെ വോയിസും കാര്യങ്ങളൊക്കെ നമുക്ക് ഫോണിൽ കേൾക്കുന്ന സമയത്ത് അങ്ങനെ ലാഗോ അങ്ങനെ സ്ക്രാക്കറ കാര്യങ്ങളൊന്നുമില്ല. നല്ല പരപര സൗണ്ടില്ലാതെ നല്ല കറക്റ്റായിട്ട് നമുക്ക് വോയിസും കാര്യങ്ങളൊക്കെ ഇതിൽ കേൾക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതുപോലെ നമുക്ക് വോയിസ് വരെ നമുക്ക് ഇതിൽ തന്നെ ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഫീച്ചർ തന്നെയാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള വോയിസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ പുതിയൊരു അപ്ഗ്രേഡ് വേർഷൻ തന്നെയാണ് S8 അൾട്ര. മൊത്തം വാച്ചിൻ്റെ ഒരു സീരീസ് തന്നെ മാറ്റിമറിക്കുകയാണ് ആൻഡ്രോയിഡ് സിസ്റ്റത്തിലേക്ക്. സോ നമ്മുടെ അടുത്ത് പ്രൊഡക്റ്റ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, അടിപൊളി സ്മാർട്ട് വാച്ച് S8 അൾട്ര. അപ്പോൾ പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ട് താഴെ കാണുന്ന വാട്സപ്പ് അഥവാ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ വാട്സപ്പിന് ലിങ്ക് വെച്ചിട്ട് ആ ലിങ്കുമായി ബന്ധപ്പെട്ട് പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. വളരെ സിമ്പിൾ പ്രൈസിൽ മറ്റുള്ള സ്റ്റോറിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് വളരെ സിമ്പിൾ പ്രൈസിലാണ് നമ്മൾ ഈ മോഡൽ സെയിൽ ചെയ്യുന്നത്. താല്പര്യമുള്ള താഴെ കാണുന്ന ലിങ്കുമായി ബന്ധപ്പെട്ട് പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. പിന്നെ ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ്. COD ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നുണ്ട്, പ്രീപെയ്ഡും ചെയ്യുന്നുണ്ട്. ക്യാഷ് ഓൺ ഡെലിവറി ആകുമ്പോൾ 200 രൂപ എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട്. സോ അത് നിങ്ങൾ ആദ്യം പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ പ്രീപെയ്ഡ് ആണെങ്കിൽ 1-2 ദിവസം ഡെലിവറി ആകും. ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ശേഷം 4-5 ദിവസം ഡെലിവറി ആവുകയും ചെയ്യും. ഫുൾ അപ്ഡേഷൻ നിങ്ങൾക്ക് വാട്സപ്പ് നോട്ടിഫിക്കേഷൻ നമ്മൾ ചെയ്ത് അയക്കുന്നതുമാണ്. പിന്നെ സിംഡ്ര നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് റിമൂവ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒരു അടിപൊളി മോഡൽ സ്മാർട്ട് വാച്ച് S8 അൾട്ര. അപ്പോൾ ഇതുകൊണ്ട് ആൻഡ്രോയിഡ് സിസ്റ്റം താല്പര്യപ്പെടുന്നവർക്ക് പർച്ചേസ് ചെയ്യാവുന്ന നല്ലൊരു മോഡൽ തന്നെയാണ്. ഇതിൻ്റെ ബാറ്ററി ഒക്കെ വരുന്നത് ഫുൾ ടൈം കണക്ട് ചെയ്ത് യൂസ് ചെയ്യുക. അതാ ഫുൾ ടൈം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1 ഡേ ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ശേഷം 5-6 അവർ നമുക്ക് പ്ലേ ബാക്ക് തരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ കയ്യിൽ കെട്ടിയാലൊക്കെ അതിൻ്റെ ഹാൻഡിൽ ഒറിജിനൽ ആപ്പിൾ വാച്ച് 8 അൾട്ര ഫീലാണ്. മാത്രമല്ല വെയിറ്റ്ലെസ് ആണ്, കൂടുതൽ വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ സ്പീക്കറും കാര്യങ്ങളൊക്കെ അടിയിലായതുകൊണ്ട് നമ്മൾ വീഡിയോ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് സോ നമുക്ക് തന്നെ ഒരു സ്റ്റീരിയോ ഒരു ഫീൽ തന്നെ കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള താഴെ കാണുന്ന വാട്സപ്പ് ലിങ്കുമായി ബന്ധപ്പെട്ട് പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. ഓൾ ഇന്ത്യ ഷിപ്പിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുന്ന കാര്യം ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഇതുപോലത്തെ വീഡിയോ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.